സ്തലോൺ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അറിയാവുന്ന ഒരു വേദഭാഗമാണിത്. സുവിശേഷങ്ങളിൽ ആകമാനം കാണുന്ന ഒരു യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ച വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 42-ൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഹല്ലേലൂയ. യേശു കർത്താവിന് ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ക്രൂശിതനാകുക, പാപികൾക്ക് വേണ്ടി മരിക്കുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. തൻ്റെ സ്നേഹിതന് ജീവനെ കൊടുക്കുന്നതിലുള്ള മറ്റൊരു സ്നേഹമില്ല. ആമേൻ. യേശു കർത്താവ് ഓരോ മനുഷ്യരെയും സ്നേഹിക്കുകയായിരുന്നു. സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ ജീവൻ ഈ സ്നേഹിതന് വേണ്ടി കൊടുത്താൽ മാത്രമേ അവന് പൂർണ്ണ സന്തോഷം ലഭിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് നല്ലൊരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് അവിടെ തെല്ലും ഹല്ലേലൂയ മനസ്സ് വ്യത്യാസം കാണിക്കാതെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് പുത്രൻ അവിടെ സമർപ്പിക്കുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ യേശു കർത്താവ് തയ്യാറായി. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു, പാപത്തെ വെറുത്തു, പക്ഷേ പാപിയെ സ്നേഹിച്ചു. ഒരു സ്ത്രീയെ കല്ലെറിയുന്ന ദൈവത്തിന് സ്തോത്രം ഒരു കൂട്ടം വ്യക്തികളുടെ നടുവിൽ ഇരുന്നു കൊണ്ട് യേശു അവിടെ പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഒരു സ്ത്രീ പാപിയാണെന്ന് കുറ്റപ്പെടുത്തുമ്പോഴും യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ഓടി വരുന്നവരെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ സ്നേഹത്തിൻ്റെ മാധുര്യം വെളിപ്പെടുത്തണമെന്ന് യേശു കർത്താവിൻ്റെ ആവശ്യകത. എന്നാൽ ആ സ്നേഹത്തിൽ നിന്നും അതീവ ആഴത്തിലേക്കുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ പിതാവിനോട് നമ്മൾക്ക് ഓരോരുത്തരും അടുക്കുന്നതിനാവശ്യമായ സ്നേഹം ഈ ഭൂമിയിൽ കാഴ്ചവെക്കണമായിരുന്നു യേശു കർത്താവിന്. അതുകൊണ്ട് ഹല്ലേലൂയ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശു കർത്താവ് കഷ്ടം അനുഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിൻ്റെ കഷ്ടത ചെറിയ കഷ്ടത അല്ലായിരുന്നു. മാനസികമായും ആത്മീകമായും ഭൗതികമായും ശാരീരികമായും എത്രത്തോളം വ്യത അനുഭവിക്കുമോ അത്രത്തോളം വ്യത യേശു കർത്താവ് ക്രൂശിൽ അനുഭവിച്ചു എന്നുള്ളതാണ്. പാപം ചെയ്യാത്തവനെ പാപം ആക്കി. ഹല്ലേലൂയ. അന്നത്തെ യഹൂദന്മാരും അന്നത്തെ രാജാധികാരം ഉള്ള പ്രമാണികളൊക്കെ വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്ക എന്ന്. ഹല്ലേലൂയ. ആ വാക്കിനാൽ തന്നെ യേശുവിന് ക്രൂശീകരണം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു കർത്താവിന് അറിയാം, തിരുവെഴുത്ത് എന്നിൽ നിവർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ഒരു ദിവസം ഞാൻ ഹല്ലേലൂയ കഷ്ടം അനുഭവിച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും, എങ്കിലും 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയൊരു തിരിച്ചറിവും യേശുവിനുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കഷ്ടാനുഭവങ്ങളിലൂടെ പീഡകളിലൂടെ താൻ കടന്നു പോകുമ്പോൾ ദൈവത്തോടൊന്ന് ചോദിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും നിന്റെ ഇഷ്ടമല്ല ഹല്ലേലൂയ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ തനിക്കൊരു പരീക്ഷ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആപത്ത് വരുന്നുണ്ടെന്ന് യേശു കർത്താവിന് മനസ്സിലായി. അതിൽ എനിക്കൊരു ജയം നേടണം, ഞാനൊരു പരീക്ഷയാണ് അഭിമുഖീകരിക്കേണ്ടി പോകുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം യേശു കർത്താവിനുണ്ടായിരുന്നു. ആ പരീക്ഷയെ എനിക്ക് ജയിക്കണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ ഒത്തിരി വരും കേട്ടോ. അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളാണ്. ഇവയിലൂടെ ഒരു ഭക്തൻ ജയിച്ച് പുറത്തു വരണമെങ്കിൽ ശരിയായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. യേശു പലപ്പോഴും മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് യേശു കർത്താവ് പറഞ്ഞു. അതുപോലെ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 39-ാം വാക്യത്തിൽ നാം കാണുന്നു, പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങി
പോയി മുട്ടുകുത്തി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞു. ഇത് കുടിക്കുവാൻ പ്രയാസമാണ്, ഇത് അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ യേശു കർത്താവ് നിടമ്പാണ് വീട് അവൻ കരയുന്ന ഒരു രംഗം നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ. അങ്ങയുടെ ഇഷ്ടം എന്താണോ എന്നിൽ നിറവേറേണ്ടത് അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവോട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവൻ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശുവിനറിയാം, ഞാൻ അനുഭവിച്ച ഈ കഷ്ടതകൾ, ഈ വേദനകൾ എൻ്റെ ശിഷ്യന്മാർക്കും നാളെ അനുഭവിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ കഷ്ടത വരും. കാരണം ഭൂമി കഷ്ടത നിറഞ്ഞതാണ്, പ്രയാസം നിറഞ്ഞതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടമാണ് ഞാനും ഇതാ ഏറ്റെടുക്കുന്നത്. ഇത് ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുമല്ലോ. യേശു കർത്താവ് ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട്, പച്ച മരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരത്തോട് എപ്രകാരമായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ യേശു പച്ചയായ ശരീരമുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. ഈ പച്ചയായ അനുഭവം, അവൻ പാപമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപികളോട് വേർപെട്ടവൻ, നിർദോഷൻ, നിർമ്മലൻ. അവൻ ഇങ്ങനെ ഇരിക്കുന്ന യേശു കർത്താവിനെ ലോകം ക്രൂശിച്ചെങ്കിൽ പിന്നെ പാപികളായ അവൻ തെല്ലും ഹല്ലേലൂയ ദൈവത്തോട് പോലും അടുത്തു ചെല്ലുവാൻ കഴിയാത്ത പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നതെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ആമേൻ ഹല്ലേലൂയ നിർമ്മല ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിക്കും ദൈവവൈതലിനും ആമേൻ ദൈവത്തോട് പറയുവാനായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം അത് യേശു കർത്താവിനെ നോക്കുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അവൻ പലപ്പോഴും ഉണങ്ങിയ മരമാണ്. എന്നാൽ അവരെ നോക്കി ഹല്ലേലൂയ ദേശക്കാർ പറയും, ദുഷിക്കും, നിന്ന, പരിഹാസം, കർത്താവിനെ നോക്കി തുപ്പിയതുപോലെ ചെകിട്ടത്തടിച്ചതുപോലെ പ്രയാസമായ മേഖലകൾ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം ജയം പ്രാപിപ്പാൻ ക്രൂശിലെ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, കഷ്ടത വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ക്രൂശിലേക്കൊന്ന് നോക്കണം. പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ഉപവസിക്കുമെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ മാറിയിരുന്ന് കരയുമെങ്കിൽ, ഹല്ലേലൂയ ഞാൻ 3-ാം നാൾ ഉയർത്ത് പുറത്തു വന്നതുപോലെ നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട് എന്ന് ശിഷ്യന്മാരോട് യേശു പറയുന്നു. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും കഷ്ടത നമുക്ക് അനുഭവിക്കുന്നത് ഇഷ്ടമല്ല. ദൈവത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും എപ്പോഴും പ്രാപിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കർത്താവ് പറയുന്നു ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചു. കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കുന്ന ഒരു യേശുവിൻ്റെ ഹല്ലേലൂയ മാധുര്യമാണ് ഞങ്ങൾ അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു ഭക്തന് പറയുവാൻ കഴിയും, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മയൊക്കെ മഹത്വത്തിലേക്ക് ദൈവം കൊണ്ടുവരും. അതായത് യേശു കർത്താവിനെ മഹത്വത്തിലേക്ക് കൊണ്ടുവന്നു. 3-ാം നാൾ ഒരു ഉയർപ്പ് കർത്താവിന് ഉണ്ടായെങ്കിൽ ഈ ദിവസങ്ങളെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ആമേൻ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ആമേൻ. എന്നാൽ അതൊക്കെ തരണം ചെയ്യണമെങ്കിൽ, അതിനെ ഓവർകം ചെയ്ത് പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജയജീവിതം നയിക്കുവാനായിട്ട് കഴിയും. കാരണം നമ്മൾ ഹല്ലേലൂയ വെറും മനുഷ്യരാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ആമേൻ. ഈ പൊടി കൊണ്ടുള്ള നിർമ്മിതമാണ്. ആമേൻ. രാവിലെ പൂക്കുന്നു, വൈകുന്നേരത്ത് വാടിപ്പോകുന്ന പൂ പോലെയാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം, നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ നാളിൽ എടുക്കപ്പെടുമെന്നുള്ള വലിയൊരു പ്രത്യാശയ്ക്കായി ജീവിക്കുന്ന ഓരോ ഭക്തനെയും കർത്താവ് നോക്കി പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ സമർപ്പിക്കണം. യേശു കർത്താവ് സമർപ്പിച്ചു. കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന്. ഈ ദിവസങ്ങൾ അതുപോലെ ഒരു സമർപ്പണത്തോടെ ജീവിക്കുമെങ്കിൽ സകല പ്രയാസങ്ങളെയും തരണം ചെയ്ത്, വേദനകളെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കും. ഉയർപ്പിൻ്റെ നാളുകളെ കണ്ട് സന്തോഷിപ്പാൻ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ഒരു 3-ാം നാളുണ്ട്, ഒരു ഉയർപ്പുണ്ടെന്നുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ, അതിലേക്ക് എത്തപ്പെടുവാൻ, അതിൻ്റെ സന്തോഷങ്ങളെ മഹാത്മ്യത്തെ മനസ്സിലാക്കുവാൻ ക്രിസ്തുവിനോടുകൂടെ നമുക്കും കഴിയുമെന്ന പ്രത്യാശയോടെ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.